നമസ്കാരം. വാർത്തയിൽ ഇന്ന് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കേരളവുമായി ഇനി ആജീവനാന്ത ബന്ധം ആയിരിക്കും. കേരള ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരം ആയ ഓർമ്മകളും കൊണ്ട് ആണ് പോകുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തലസ്ഥാനത്ത് നിന്ന് മടങ്ങി. കേരളത്തിന് ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം. ആജീവനാന്ത ബന്ധം തുടരുമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. വൈകിട്ട് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കും. വ്യാഴാഴ്ച മുതൽ ബീഹാർ ഗവർണർ. ദക്ഷിണ കൊറിയയിൽ ലാൻഡിങ്ങിനിടെ വിമാന ദുരന്തം. 179 മരണം. 2 ജീവനക്കാർ രക്ഷപ്പെട്ടു. അപകടം മുവാൻ വിമാനത്താവളത്തിൽ റൺവേയിൽ നിന്ന് തെന്നിമാറി മതിലിൽ ഇടിച്ച്. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ വിമാന അപകടം. വയനാട്ടിലെ കോൺഗ്രസ് നേതാവിന്റെയും മകന്റെയും ആത്മഹത്യ അന്വേഷിക്കാൻ പ്രത്യേക സംഘം. അന്വേഷണ ചുമതല ബത്തേരി ഡിവൈഎസ്പിക്ക്. ആരോപണ വിധേയനായ IC ബാലകൃഷ്ണൻ MLA രാജിവെക്കണമെന്ന് CPIM. ആരോപണം അറിഞ്ഞത് ഇന്നലെ മാത്രമെന്ന് IC ബാലകൃഷ്ണന്റെ മറുപടി. ചോദ്യപേപ്പർ ചോർച്ചയെ നിസാരവൽക്കരിച്ച് വിദ്യാഭ്യാസ മന്ത്രി. 10ാം ക്ലാസ് ഒഴികെയുള്ള ചോദ്യപേപ്പർ ആർക്കും ചോർത്താം. വിഷയം ഗൗരവമുള്ളതല്ല എന്നും വി ശിവൻ. പരീക്ഷ നടത്തുന്ന പോലുള്ള സെക്യൂരിറ്റി ഒന്നും ഉണ്ടാവാറില്ലല്ലോ. ആർക്കാണോ ചോദ്യപേപ്പറൊക്കെ അത് പൊട്ടിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രസ്സിൽ വെച്ചോ ഇത് കൊണ്ടെത്തിക്കുന്ന സമയത്ത് ഒരാഴ്ച മുമ്പേ തന്നെ കൊണ്ടെത്തിക്കുന്നത് ചോദ്യപേപ്പർ സ്കൂളിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ആർക്കാണോ അതിനുവേണ്ടി പ്രശ്നം വെച്ച് ചോർത്താൻ കഴിയുന്നതാണ്. അപ്പം അത് അത്ര ഗൗരവമുള്ള വിഷയമായിട്ടൊന്നും ഞങ്ങൾ കാണുന്നത്. മന്ത്രിയുടെ വിചിത്ര ന്യായീകരണം ന്യൂസ് 18 Q18. ജി സുധാകരൻ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നു. നിയന്ത്രിക്കണമെന്ന് പത്തനംതിട്ട CPIM ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. ദല്ലാൾ നന്ദകുമാറും തമ്മിൽ എന്തു ബന്ധം എന്ന് ചോദ്യം. വിഭാഗീയത പരിഹരിക്കാത്തതിൽ നേതൃത്വത്തിന് കുറ്റപ്പെടുത്തൽ. പോലീസിനെയും കടന്നാക്രമിച്ച് പൊതുചർച്ച. സമ്മേളനം തുടരുന്നു. മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങിന്റെ പേരിലും കോൺഗ്രസ് BJP തർക്കം. പ്രധാനമന്ത്രിയും മന്ത്രിമാരും അനാദരവ് കാട്ടിയെന്ന് കോൺഗ്രസ്. ജീവിച്ചിരുന്നപ്പോൾ കോൺഗ്രസ് ആണ് മൻമോഹനെ അപമാനിച്ചത് എന്ന് BJP. ക്രിസ്മസ് ശബരിമല സീസണുകളുടെ ബലത്തിൽ KSRTC ലാഭത്തിലേക്ക് ഓടിക്കയറുന്നു. ഈ മാസം 18 കോടിയുടെ ലാഭം. ഏറ്റവും അധികം പ്രവർത്തന ലാഭം നേടിയത് കഴിഞ്ഞ തിങ്കളാഴ്ച. മെൽബൺ ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. 4ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഓസീസ് 9ന് 228 റൺസിൽ 333 റൺസ് ഓവറോൾ ലീഡ്. ബുംറയ്ക്ക് 4 വിക്കറ്റ്. ടെസ്റ്റിൽ 200 വിക്കറ്റ് നേട്ടം. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ബത്തേരി ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അന്വേഷിക്കും. ഉടമ്പടി രേഖയിൽ പേരുള്ള പീറ്റർ ജോർജിന്റെ മൊഴിയെടുത്തു. അതേസമയം ആരോപണ വിധേയനായ ബത്തേരി MLA IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യം ശക്തമാക്കുകയാണ് CPIM-ഉം BJP-യും. IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്നും കേസെടുത്ത് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും CPIM ജില്ലാ സെക്രട്ടറി K റഫീഖ് ആവശ്യപ്പെട്ടു. ആത്മഹത്യാക്കുറിപ്പും രേഖകളും വീട്ടിൽ നിന്ന് മാറ്റിയതായും തെളിവുകൾ നശിപ്പിച്ചു എന്ന് സംശയിക്കുന്നതായും BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ ആരോപിച്ചു. എന്നാൽ ആരോപണം നിഷേധിച്ച IC ബാലകൃഷ്ണൻ ഉടമ്പടി കരാറിൽ തന്റെ പേരുള്ള കാര്യം ഇന്നലെയാണ് അറിഞ്ഞത് എന്നും പ്രതികരിച്ചു. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് CPM-ന് ആവശ്യപ്പെടാനുള്ളത് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. IC ബാലകൃഷ്ണൻ MLA തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതായിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി
കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും പുറത്തു കൊണ്ടുവരണം. IC ബാലകൃഷ്ണൻ മാത്രമല്ല ഇതിന് ഉത്തരവാദി. KPCC നേതൃത്വം ഈ ആത്മഹത്യക്ക് ഉത്തരവാദിയാണ്. KPCCക്ക് നേരത്തെ തന്നെ കത്ത് നൽകിയിട്ടും അതിലൊരു ഇടപെടൽ ഉണ്ടാവുകയോ അതിലൊരു പരിഹാരം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഇടപെടലും ഉണ്ടാവാത്തതിനെ തുടർന്നുകൂടിയാണ് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ പണം തിരിച്ചു വാങ്ങാൻ വേണ്ടി പലതവണയായി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുകയും അതിൽ മനനൊന്നുകൊണ്ടും അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് KPCC നേതൃത്വവും സ്വാഭാവികമായിട്ടും ഈ ആത്മഹത്യക്ക് ഉത്തരവാദിയാണ്. KPCC നേതൃത്വത്തിനും അതുപോലെ തന്നെ IC ബാലകൃഷ്ണൻ MLAക്കുമെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്ന് കൂടെ CPM ആവശ്യപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കാൻ തന്നെയാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. കാരണം നമുക്കറിയാം 2 മനുഷ്യജീവനുകളാണിപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അല്ല, CPM അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. 1-ാം പ്രതിയാണോ 2-ാം പ്രതിയാണോ അല്ലയോ തെളിയിക്കേണ്ടത് അന്വേഷണത്തിന് ശേഷമാണ്. അതിനു മുന്നേ ഒരു വിധി എഴുതുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ സമഗ്രമായ അന്വേഷണം സ്വാഗതം ചെയ്തത്. നാളെ ഞാൻ രാവിലെ SP-ക്ക് എനിക്കെതിരെ വന്ന ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള പുറത്തുവന്ന രേഖകളുമായി ബന്ധപ്പെട്ട് ഞാൻ പരാതി നൽകുമെന്ന് പറഞ്ഞില്ലേ. പോലീസ് അന്വേഷിക്കട്ടെ. ആ വ്യാജരേഖ പീറ്റർ ഞാനുമായിട്ട് ഇതുവരെ ബന്ധപ്പെടാത്ത, യാതൊരു ബന്ധവും പങ്കും ഇല്ലാത്ത എൻ്റെ പേര് ഫംഗ്ഷൻ ചെയ്തു. അത് ഈ രാജ്യത്തൊട്ടാകെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു അന്വേഷണം നടത്തിക്കേണ്ട ആവശ്യമല്ലേ. അതാണ് നാളെ ഞാൻ SP-ക്ക് പരാതി കൊടുക്കും. പിന്നെ കൂടാതെ വ്യാജമായൊരു ലിസ്റ്റും നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടും അന്വേഷണം നടക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുക. ബത്തേരിയിൽ, പ്രത്യേകിച്ച് ബത്തേരി മേഖലയിൽ നടക്കുന്ന സർവീസ് സഹകരണ ബാങ്ക്, അർബൻ ബാങ്ക്, കാർഷിക വികസന ബാങ്ക് തുടങ്ങിയിട്ടുള്ള ബാങ്കുകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നിയമന തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ പ്രശ്നങ്ങൾ പുറത്തു വന്നിരുന്നു. അന്നെല്ലാം IC ബാലകൃഷ്ണൻ ഒരു വശത്തുണ്ട്. പല രീതിയിലുള്ള ഡീഡുകൾ, കരാറുകൾ ഉണ്ടാക്കിയത്, ആളുകൾക്ക് പണം തിരിച്ചു കൊടുക്കാം, തിരിച്ചു നൽകാം, നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഥവാ നടന്നിട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇത് സമഗ്രമായിട്ട് അന്വേഷിക്കും. പാർട്ടിയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, രാഷ്ട്രീയ വിവാദം ഒരു ഭാഗത്ത് കനക്കുന്നു, അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. എന്താണ് വിശദമായ വിവരങ്ങൾ? വിജയന്റെയും മകന്റെയും മരണവുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയ വിവാദമാണ് വയനാട്ടിൽ കൊഴുക്കുന്നത്. എന്തായാലും ഈ പരാമർശങ്ങളുടെയും പരാതികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ മരണം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. ബത്തേരി DYSPക്കാണ് അന്വേഷണ ചുമതല. അദ്ദേഹം ഇതിനകം തന്നെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹം ഇന്നലെ വൈകിട്ട് സംസ്കരിച്ചു. അസ്വാഭാവിക മരണത്തിനായിരുന്നു ആദ്യം കേസെടുത്തത്. ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അന്വേഷണം ആരംഭിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇന്നലെ ഈ വിവാദമായ കരാറൊക്കെ പുറത്തു വരുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന പീറ്റർ എന്നയാളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇത്തരം വലിയ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും പരാതിക്കാർ ആരും നേരിട്ട് രംഗത്തെത്തിയിട്ടില്ല. അവർ ഔദ്യോഗികമായി പരാതി നൽകുകയോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയും മറ്റും തങ്ങളുടെ പരാതികൾ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ പൊതുപ്രവർത്തകരുമായി പലരുമായും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് CPM ജില്ലാ സെക്രട്ടറിയും BJP ജില്ലാ പ്രസിഡന്റുമൊക്കെ പറയുന്നു. പക്ഷേ അവർക്ക് ഈ കൈക്കൂലി കൊടുത്താൽ ആ കൊടുത്തതും ഒരു കുറ്റമാണ്. ഒപ്പം ലക്ഷക്കണക്കിന് രൂപ, അതായത് 10 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെ നൽകിയ ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് വിവാദങ്ങളിലേക്ക് നീങ്ങുമ്പോൾ തങ്ങളുടെ പണം ലഭിക്കാതെ വരുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്. പക്ഷേ ഇപ്പോൾ അന്വേഷണം ഔദ്യോഗികമായി തന്നെ നടക്കുമ്പോൾ ഇവർക്ക് ഒരുപക്ഷെ മൊഴി കൊടുക്കേണ്ടി വരും. അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ മറുവശത്ത് ഈ ആരോപണങ്ങളുടെ ശരമെല്ലാം നീളുന്നത് IC ബാലകൃഷ്ണൻ MLAക്ക് എതിരെയാണ്. അദ്ദേഹം പൂർണ്ണമായും ഇക്കാര്യങ്ങൾ തള്ളുകയാണ്. ഏതെങ്കിലും 2 വ്യക്തികൾ തമ്മിൽ ഒരു കരാറുണ്ടായാൽ തന്റെ പേര് അതിൽ എഴുതി ചേർത്താൽ തനിക്ക് ഉത്തരവാദിത്തമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് ആരോപണങ്ങൾക്കുള്ള IC ബാലകൃഷ്ണന്റെ മറുപടി. ദക്ഷിണ കൊറിയയിൽ ഉണ്ടായ വിമാന അപകടത്തിൽ 179 പേർ മരിച്ചു. 2 ജീവനക്കാരെ മാത്രമാണ് വിമാനത്തിൽ നിന്ന് രക്ഷിക്കാനായത്. മരിച്ചവരിൽ 48 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടുന്നു എന്നാണ് പ്രാഥമിക വിവരം. മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രാദേശിക സമയം രാവിലെ 9:07 അപകടം ഉണ്ടായത്.
175 യാത്രക്കാരും 6 ജീവനക്കാരും ഉൾപ്പെടെ 181 പേരുമായി എത്തിയ വിമാനമാണ് അഗ്നിയിൽ അമർന്നത്. ബാങ്കോക്കിൽ നിന്ന് ജെജു എയറിന്റെ 7C-2216 വിമാനം റൺവേയിലൂടെ തെന്നി മതിലിൽ ഇടിച്ചാണ് പൊട്ടിത്തെറിച്ചത്. ലാൻഡിംഗ് ഗിയറിന്റെ തകരാറാണ് അപകടത്തിന് കാരണം. ഇരട്ട എഞ്ചിൻ വിമാനത്തിൽ പക്ഷികളുടെ കൂട്ടം ഇടിച്ചതാണ് സാങ്കേതിക പ്രശ്നമുണ്ടാകാൻ കാരണമെന്നാണ് അനുമാനിക്കുന്നത്. ദക്ഷിണ ജിയോല പ്രവിശ്യയിലെ തീരപ്രദേശത്തുള്ള വിമാനത്താവളത്തിൽ പ്രാദേശിക സമയം രാവിലെ 9:07 അപകടം. 32 അഗ്നിശമന സേനാ യൂണിറ്റുകൾ രക്ഷാപ്രവർത്തനത്തിനായി പാഞ്ഞെത്തിയെങ്കിലും മരണസംഖ്യ നിയന്ത്രിക്കാനായില്ല. മുൻ ആക്ടിംഗ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്തതിനെ തുടർന്ന് രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലാണ് ദക്ഷിണ കൊറിയ. ആക്ടിംഗ് പ്രസിഡന്റ് ചോയ് സാങ് മോക് തുടർ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാൻ നേരിട്ട് മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. മുവാൻ ഒരു പ്രത്യേക ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണയാണ് വാഗ്ദാനം ചെയ്യുന്നത്. അവർക്ക് സംഭവസ്ഥലത്തെത്താൻ പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപകടം വിലയിരുത്തുന്നതിന് ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ നൽകിയതായും ചോയ് സാങ് മോക്കിന്റെ ഓഫീസ് അറിയിച്ചു. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് വിമാന കമ്പനി ജെജു എയർ ക്ഷമാപണം നടത്തി. ജെജു എയറിനെ പിന്തുണച്ച എല്ലാവർക്കും മുന്നിൽ തലകുനിക്കുകയും ആത്മാർത്ഥമായി മാപ്പ് പറയുകയും ചെയ്യുന്നു. എല്ലാറ്റിനുമുപരി അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട യാത്രക്കാരോടും അവരുടെ ദുഃഖിതരായ കുടുംബങ്ങളോടും ഞാൻ അഗാധമായ അനുശോചനവും ക്ഷമാപണവും അറിയിക്കുന്നുവെന്ന് ജിജോ എയർ സിഇഒ കിം ഇബെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുറിച്ചു. ദക്ഷിണ കൊറിയയിലെ പ്രധാന പ്രാദേശിക കേന്ദ്രമായ ദക്ഷിണ ജിയോല പ്രവിശ്യയിൽ ഇത്ര വലിയൊരു അപകടം ഇതാദ്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട എയർ കാനഡ യാത്രാ വിമാനം ശനിയാഴ്ച രാത്രി ലാൻഡിങ്ങിന് ഇടെ റൺവേയിൽ നിന്നും തെന്നിമാറുകയും ചിറകുകൾക്ക് തീപിടിക്കുകയുമായിരുന്നു. വിമാനത്തിലെ യാത്രക്കാരൻ പകർത്തിയ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങിൽ അനാദരവിന്റെയും കെടുകാര്യസ്ഥതയുടെയും പ്രകടനമാണ് നടന്നത് എന്ന ആരോപണവുമായി കോൺഗ്രസ്. കുടുംബത്തിന് ചിതയ്ക്ക് സമീപം മതിയായ ഇടം നൽകിയില്ല. ദേശീയ പതാക കൈമാറുമ്പോൾ പ്രധാനമന്ത്രി എഴുന്നേറ്റില്ല എന്നും പവൻ ഖേര ആരോപിച്ചു. അതേസമയം മൻമോഹൻ സിംഗിനെ ജീവിച്ചിരുന്നപ്പോൾ അപമാനിച്ചവർ ആണ് കോൺഗ്രസ് എന്ന് BJP തിരിച്ചടിച്ചു. വിവാദങ്ങളിൽ നിന്ന് പരമാവധി മാറി നിൽക്കാൻ ആഗ്രഹിച്ച നേതാവായിരുന്നു മൻമോഹൻ സിംഗ്. പക്ഷേ നിഗംബോധ്ഘട്ടിലെ കത്തുന്ന ചിതയിലും പുകഞ്ഞത് വിവാദം. സംസ്കാര ചടങ്ങിൽ അനാദരവും കെടുകാര്യസ്ഥതയും ആരോപിച്ച് കോൺഗ്രസ് മീഡിയ ആൻഡ് പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ പവൻ ഖേര രംഗത്തെത്തി. സിംഗിന്റെ കുടുംബത്തിന് മുൻനിരയിൽ നൽകിയത് 3 കസേരകൾ മാത്രം. പെൺമക്കൾക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കും സീറ്റ് നൽകണമെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് നിർബന്ധിക്കേണ്ടി വന്നു. അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കാൻ സിംഗിന്റെ കൊച്ചുമക്കൾക്ക് ചിതയ്ക്ക് സമീപമെത്താൻ പ്രയാസപ്പെടേണ്ടി വന്നു. ഭാര്യയ്ക്ക് ദേശീയ പതാക കൈമാറിയപ്പോൾ പ്രധാനമന്ത്രിയും മന്ത്രിമാരും എഴുന്നേറ്റില്ല. ഗൺ സല്യൂട്ട് സമയത്തും അനാദരവ് തുടർന്നു. ഭൂട്ടാൻ രാജാവ് പക്ഷേ ആദരവോടെ എഴുന്നേറ്റ് നിന്നു. തത്സമയ സംപ്രേഷണത്തിൽ ദൂരദർശൻ മോദിയെയും അമിത്ഷായെയും മാത്രം കേന്ദ്രീകരിച്ചു. കുടുംബത്തിന് പ്രാധാന്യമുണ്ടായില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാഹനവ്യൂഹം സംസ്കാര ചടങ്ങുകൾ തടസ്സപ്പെടുത്തി. ഈ ലജ്ജാകരമായ കാഴ്ചകളല്ല, മറിച്ച് ഡോക്ടർ സിംഗ് മാന്യതയർഹിക്കുന്നുവെന്ന് പവൻ ഖേര എക്സിൽ പോസ്റ്റ് ചെയ്തു. നിഗംബോധ്ഘട്ടിൽ അന്ത്യകർമ്മങ്ങൾ നടത്തിയത് മുൻ പ്രധാനമന്ത്രിയെയും സിഖ് സമുദായത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചതിനു പിന്നാലെയാണ് പവൻ ഖേരയുടെ ആരോപണം. അതേസമയം മരണത്തിൽ കോൺഗ്രസിൻ്റെത് തരംതാണ കളിയെന്ന് BJP ആവർത്തിക്കുന്നു. മൻമോഹൻ സിംഗ് ജീവിച്ചിരുന്നപ്പോൾ ബഹുമാനിക്കാത്തവർ ഇപ്പോൾ ബഹുമാനത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് JP നദ്ദ ആരോപിച്ചിരുന്നു. अब उनके सम्मान के नाम पर राजनीति कर रहे हैं. ये वही कांग्रेस है जिसने PM मनमोहन सिंह जी को के ऊपर सुपर PM के रूप में मैडम सोनिया गांधी जी को बिठा करके PM पद की गरिमा को धूमिल किया.
उसे नीचा दिखाया। यही नहीं, पीएम मनमोहन सिंह जी का अपमान जिस तरह से राहुल गांधी ने अध्यादेश ऑर्डिनेंस को फाड़ करके किया था, इसकी कोई दूसरी मिसाल नहीं दिखने को मिलती है। और आज वही राहुल गांधी पूर्व प्रधानमंत्री स्वर्गीय मनमोहन सिंह जी के मौत पर भी राजनीति कर रहे हैं। ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ചിതാഭസ്മം യമുനയിൽ നിമജ്ജനം ചെയ്തു. ഡൽഹിയിലെ മജ്നു കടില ഗുരുദ്വാരയ്ക്ക് സമീപമായിരുന്നു ചടങ്ങുകൾ നടന്നത്. ശബ്ദ് കീർത്തൻ പാരായണവും മറ്റ് അനുബന്ധ ചടങ്ങുകളും പൂർത്തിയായി. മൻമോഹൻ സിംഗിന്റെ ഭാര്യ ഗുർശരൺ കൗർ ഗുരുദ്വാരയിൽ അന്തിമ ചടങ്ങുകൾക്ക് എത്തിയിരുന്നു. സംസ്ഥാന സർക്കാരുമായുള്ള പോരിന്റെ കാലഘട്ടത്തിന് വിരാമമിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തലസ്ഥാനം വിട്ടു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മലയാളത്തിൽ ആശംസകൾ നേർന്നാണ് ഗവർണർ യാത്രയായത്. പേട്ട പള്ളിമുക്കിൽ SFI പ്രവർത്തകർ ഗവർണർക്ക് ടാറ്റ നൽകി. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അവസാന ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച് 11:30 രാജ്ഭവനിൽ നിന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്തേക്ക്. കേരളത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച് മലയാളത്തിൽ ആശംസ. ഗവർണറുടെ കാലാവധി തീർന്നു, പക്ഷേ ബന്ധം തുടരും. കേരളവുമായി ഇനി ആജീവനാന്ത ബന്ധം ആയിരിക്കും. കേരള ജീവിതത്തിന്റെ ഏറ്റവും സർവകലാശാല ചാൻസലർ എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തം മാത്രം നിറവേറ്റുകയായിരുന്നുവെന്ന് ഗവർണർ വിശദീകരിച്ചു. സംസ്ഥാന സർക്കാരുമായി മറ്റൊരു കാര്യത്തിലും തർക്കമില്ല. 5 വർഷം കാലാവധി പൂർത്തിയാക്കി മടങ്ങുമ്പോൾ സർക്കാരിനെക്കുറിച്ച് വിവാദ പരാമർശങ്ങൾ ഒന്നും നടത്താതെ ഗവർണർ. I only, to the extent as far as the universities are concerned, I exercised the authority which has been vested in the governor as chancellor by the state assembly. On any other issue there has been no dispute. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോഗത്തെ തുടർന്ന് ഔദ്യോഗിക യാത്രയയപ്പ് ചടങ്ങ് ഒഴിവാക്കിയെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിച്ചു. നേരത്തെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയിട്ടുള്ള പേട്ട പള്ളിമുക്കിൽ ഇന്ന് SFI പ്രവർത്തകർ ഗവർണർക്ക് ടാറ്റ നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് പടന്നക്കാട് KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കണ്ണൂരിൽ നിന്നും കാസർഗോഡേക്ക് പോവുകയായിരുന്ന KSRTC ബസും നീലേശ്വരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാസർഗോഡ് പടന്നക്കാട് ആണ് അപകടമുണ്ടായത്. KSRTC ബസും കാറും കൂട്ടിയിടിച്ചാണ് 2 പേർ മരിച്ചത്. കണ്ണൂരിൽ നിന്നും കാസർഗോഡേക്ക് പോവുകയായിരുന്ന KSRTC ബസും നീലേശ്വരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. അപകടത്തിന്റെ ദൃശ്യങ്ങളും ഒപ്പം അപകടത്തിൽ മരിച്ചവരുടെ ചിത്രങ്ങളുമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പാലങ്ങഞ്ഞപ്പാട് തൃശൂർ തിരുവില്ലാമലയിൽ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ വയോധികയ്ക്ക് ദാരുണാന്ത്യം. തിരുവില്ലാമല സ്വദേശിനി ഇന്ദിരാദേവി ആണ് മരിച്ചത്. അമിത വേഗത്തിൽ വളവ് തിരിയുന്നതിനിടെയാണ് റോഡിലേക്ക് ഇന്ദിര തെറിച്ചു വീണത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇന്ദിരയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിന് പിന്നാലെ കണ്ടക്ടറും ഡ്രൈവറും ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. പഴമ്പാലക്കോട് കൂട്ടുപാതയിൽ നിന്നാണ് ഇന്ദിരയും മകളും ബസ്സിൽ കയറിയത്.
കാസർഗോഡ് പടന്നക്കാട് KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വിവരങ്ങളുമായി KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, നേരത്തെ ദൃശ്യങ്ങളടക്കം നൽകുമ്പോൾ അതിദാരുണമായ ഒരു അപകടം എന്നത് വ്യക്തമായിരുന്നു. കാറിന്റെ മുൻഭാഗം ഏതാണ്ട് പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. ആരൊക്കെയാണ് മരണപ്പെട്ടവർ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എത്ര പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്? എങ്ങനെയാണ് അപകടമുണ്ടായത്? അഭിലാഷ്, 12 മണിയോട് കൂടിയാണ് ഈ അപകടമുണ്ടായത്. ഞാനിപ്പോൾ നിൽക്കുന്ന പടന്നക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡേക്ക് പോവുകയായിരുന്ന TT ബസ്. ഏതായാലും നമുക്ക് നാട്ടുകാരുണ്ട്. ഈ അപകടം നടന്ന സമയത്ത് രക്ഷാപ്രവർത്തനമുണ്ട് നാട്ടുകാർ. എന്താണ് നിങ്ങൾ വരുമ്പോൾ? നമ്മൾ വരുമ്പോൾ ഇത് കാറ് ബസിന്റെ അടിയിലോട്ട് കയറി ചെന്ന ഒരു ദാരുണമായ സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായത്. നാട്ടുകാരിലെ ഒരു മനോബലം കൊണ്ട് ആദ്യത്തെ 2-3 നേരം പെട്ടെന്ന് തന്നെ. എത്ര പേരായിരുന്നു? 5 പേര്. അതിൽ ഒരു കുട്ടിയും ഒരു അമ്മയും ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ ഡ്രൈവറെ ഒരു 3/4 മണിക്കൂർ നേരത്തെ പരിശ്രമം കൊണ്ടാണ് പോലീസും ഫയർഫോഴ്സിലും വന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കുട്ടിയുടെയും അമ്മയുടെ കാര്യം കുറച്ച് ദയനീയമായിട്ട് നേരത്തെ കൊണ്ടുപോകലേ ഉണ്ടായിരുന്നു. ഒരു സങ്കടകരമായ സംഭവമായിപ്പോയി. നമുക്ക് കാറിന്റെ ദൃശ്യങ്ങൾ തന്നെ കാണാം അഭിലാഷെ. അത്രത്തോളം അപകടത്തിന്റെ വ്യാപ്തി നമുക്ക് ഈ കാറിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ഈ കാർ ഉള്ളത്. കാറ് വെട്ടിപ്പൊളിച്ചാണ് ഇതിനകത്ത് നിന്നും ആളുകളെ പുറത്തേക്ക് എടുത്തത്. ഏതായാലും ഒരു രണ്ട് സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ 5 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 3 പേർ മരണപ്പെട്ടതായാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 2 പേരുടെ മരണം ജില്ലാ ആശുപത്രിയിൽ നിന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫായിസ് അബൂബക്കർ തീർത്ഥങ്കര സ്വദേശിയാണ്. അതോടൊപ്പം ഒരു 13 വയസ്സുള്ള ഒരു കുട്ടി കൂടി അപകടത്തിൽ മരണപ്പെട്ടതായി അറിയുന്നു. ഏതായാലും 2 പേരെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. അഭിലാഷ്, അപകടത്തിൽ മരണം 3 ആയി എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ചോദ്യപേപ്പർ ചോർച്ച ഗൗരവമായി കാണുന്നില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി. മന്ത്രിയുടെ വിചിത്ര പ്രതികരണം ന്യൂസ് 18 Q18 ആയിരുന്നു. 10ാം ക്ലാസ്സിലേത് ഒഴികെ ഏത് ക്ലാസ്സിലെയും ചോദ്യപേപ്പർ ആർക്കും ചോർത്താവുന്ന അവസ്ഥയിലാണ് എന്ന് മന്ത്രി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ചോദ്യപേപ്പർ ചോർച്ച ഗൗരവമായി കാണുന്നില്ല. ഇടത് അധ്യാപക യൂണിയനിൽ ഉള്ളവർക്ക് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ ആരോപണത്തിൽ കഴമ്പില്ല എന്നും മന്ത്രി പറഞ്ഞു. ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അത് അത്ര നിങ്ങൾ മാധ്യമങ്ങൾ അത്ര ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഒന്നാം ക്ലാസ്സിൽ മുതൽ 10ാം ക്ലാസ് വരെ ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, മോഡപരീക്ഷ നടത്താറുണ്ടല്ലോ. അതിലൊന്നും SLC പരീക്ഷ നടത്തുന്ന പോലുള്ള സെക്യൂരിറ്റി ഒന്നും ഉണ്ടാവാറില്ലല്ലോ. ആർക്ക് വേണോ ചോദ്യപേപ്പറൊക്കെ അത് പൊട്ടിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രസ്സിൽ വെച്ചോ ഇത് കൊണ്ടെത്തിക്കുന്ന സമയത്ത് ഒരാഴ്ച മുമ്പേ തന്നെ കൊണ്ടെത്തിക്കുന്നത് ചോദ്യപേപ്പർ സ്കൂളിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ആർക്ക് വേണോ അതിനുവേണ്ടി പ്രശ്നം വെച്ച് ചോർത്താൻ കഴിയുന്നതാണ്. അപ്പോൾ അത് അത്ര ഗൗരവമുള്ള വിഷയമായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല. ഈ വലിയ ട്യൂഷൻ സെന്ററുകളൊക്കെ ഇത് ഇൻവോൾവ് ആയിരിക്കുന്നതുകൊണ്ടാണല്ലോ ഇത് വലിയ ചോദ്യമായിട്ട് ചോദിക്കുന്നത്. അതൊക്കെ മാധ്യമങ്ങൾ വലിയ വാർത്തയൊക്കെ കൊണ്ടുവന്നതാണ്. അതിലൊന്നും ഒരു വലിയ ഗൗരവമുള്ള വിഷയമൊന്നുമില്ലായിരുന്നു. പ്രധാനപ്പെട്ട ട്യൂഷൻ സെന്ററുകളൊക്കെ അവരുടെ പേരുകളൊക്കെ ഇതിനകത്ത് ഉയർത്തപ്പെടുന്നു. അതൊക്കെ പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ മുകളിൽ എന്തെങ്കിലും ഞാൻ പറയുന്നത് ശരിയല്ല. ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനകത്ത് പങ്കുണ്ടാകും, അതിനകത്ത് ആർക്കെങ്കിലും അന്വേഷിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം ഉണ്ടല്ലോ. ആരോപണം ആര് പറഞ്ഞ ആരോപണം? UDF അടക്കം ഉന്നയിക്കുന്നത് ഇടത് അധ്യാപക യൂണിയനിലെ അധ്യാപകരാണ് ഈ ചോർച്ചയ്ക്ക് പിറകിലെന്നുള്ളൊരു ആരോപണമാണ്. അതിപ്പം UDF അല്ലാതെ അനുകൂലിച്ച് പ്രസ്താവന ഇറക്കുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് പറഞ്ഞ പ്രസ്താവന ഇതുവരെ ഇറക്കിയിട്ടില്ലല്ലോ കഴിഞ്ഞ 3 വർഷമായിട്ട്. ഇതിന് മാത്രം ഇറക്കും. ട്യൂഷൻ സെന്ററിന്റെ അഭിഭാഷക ഒരു CPM നേതാവിന്റെ ഭാര്യയാണ് എന്നുള്ള തരത്തിൽ ഞാനൊന്നും അന്വേഷിക്കാൻ പോയിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9 മണിക്ക് കാണാം. കോഴിക്കോട് ചേളന്നൂരിൽ ദേശീയപാതയ്ക്കായി കുന്നിടിച്ച മണ്ണെടുക്കുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെ പോലീസുമായുള്ള ഉന്തിലും തള്ളിലും പരിക്കേറ്റ 3 പേരെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സുരക്ഷയിലാണ് കരാർ കമ്പനി മണ്ണെടുക്കുന്നത്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സുരേഷ് അദ്ദേഹത്തെയാണ് ആ പോലീസ് വലിച്ചു ആക്ഷേപമുള്ളത്. അദ്ദേഹത്തെ കൊണ്ടുപോയി
കരുവന്നൂർ സഹകരണ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. വിധവയുടെ പേരിൽ 35 ലക്ഷം രൂപയുടെ വ്യാജ വായ്പ എടുത്തതിൽ ആണ് നടപടി. മുൻ മാനേജർ ബിജു കരീമിന് എതിരെയാണ് കേസ്. ബാങ്കിലെ മുൻ മാനേജരും കരുവന്നൂർ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയുമായ ബിജു കരീമിനെതിരെ കേസെടുക്കാനാണ് ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. മൂർക്കനാട് സ്വദേശിനി ജയ്ഷയുടെ പരാതിയിലാണ് നടപടി. ജയ്ഷയുടെ ഭർത്താവ് ഗൗതമൻ 2013 ഡിസംബർ 7-ന് കരുവന്നൂർ ബാങ്കിൽ നിന്നും 5 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. പിന്നീടത് അടച്ചു തീർത്തു. കുറച്ചു പണം സ്ഥിരനിക്ഷേപം ഇടുകയും ചെയ്തു. 2018 ജൂൺ 24-ന് ഗൗതമൻ മരിച്ചു. 4 വർഷത്തിനു ശേഷമാണ് എടുക്കാത്ത വായ്പ അടച്ചു തീർക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് കിട്ടിയത്. 2013, 2015, 2016 വർഷങ്ങളിലായി 35 ലക്ഷത്തിന്റെ വായ്പയെടുത്തെന്നായിരുന്നു അറിയിപ്പ്. ഇത് വ്യാജ വായ്പയാണെന്ന് കാട്ടി പോലീസിലും ക്രൈംബ്രാഞ്ചിലും ബാങ്കിലും പരാതിപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. ഇക്കാലത്ത് ബാങ്കിലെ മാനേജരായിരുന്ന ബിജു കരീമാണ് വ്യാജരേഖകൾ വെച്ച് വായ്പയെടുത്തതെന്ന് സംശയിക്കുന്നതായി കാട്ടി പരാതി നൽകിയിരുന്നു. ഇതും പോലീസും ബാങ്കും അവഗണിച്ചതോടെയാണ് കോടതിയെ സമീപിച്ചത്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു. അപ്പോൾ ആൾ മരിക്കുന്നതിന് മുന്നേ ഒരു 5 ലക്ഷം രൂപ ആൾ ലോൺ എടുത്തിരുന്നു. അത് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടായി, അത് കൊടുത്ത് ഞങ്ങളത് വീട്ടി. മരിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ബാങ്കിൽ നിന്ന് ഇങ്ങനെ നോട്ടീസ് വന്നു, 35 ലക്ഷം ലോണുണ്ട്, അത് എത്രയും പെട്ടെന്ന് അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളത് പോലീസ് സ്റ്റേഷനിലും ക്രൈംബ്രാഞ്ചിലൊക്കെ പോയി. പക്ഷെ അവർ അവിടുത്തെ രേഖകൾ കാണിച്ച് ഞങ്ങളെ തിരിച്ചയച്ചു. അപ്പോൾ പിന്നെ ഞങ്ങളാണ് വക്കീലിനെ കണ്ട് പിന്നെ കോടതി ഇതായി. പിന്നെ അവരിങ്ങനെ കേസ് അന്വേഷണത്തിന് ഇങ്ങനെ ഫോർവേഡാക്കി. 5 ലക്ഷം രൂപയാണ് എടുത്തിരുന്നത്, അത് ഞങ്ങൾ തിരിച്ചടച്ചു. പിന്നെയാണ് അവരിങ്ങനെ 35 ലക്ഷം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇത് വന്നത്. പക്ഷെ അത് എടുക്കേണ്ട ഒരാവശ്യം ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇത് ആദ്യമായാണ് സ്വകാര്യ അന്യായത്തിൽ കരുവന്നൂർ തട്ടിപ്പിൽ കോടതി ഉത്തരവുണ്ടാകുന്നത്. ന്യൂസ് 18 തൃശൂർ. CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ പ്രതിനിധികളുടെ രൂക്ഷ വിമർശനം. വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നു എന്നായിരുന്നു ജി സുധാകരനെതിരെ പ്രതിനിധികൾ വിമർശനമുന്നയിച്ചത്. ദല്ലാൾ നന്ദകുമാറുമായി EP ജയരാജന് എന്തു ബന്ധം എന്നും പ്രതിനിധികൾ ചോദ്യം ഉന്നയിച്ചു. വിശ്രമ ജീവിതകാലത്ത് ശ്രദ്ധ കിട്ടാൻ ജി സുധാകരൻ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നുവെന്നാണ് പ്രതിനിധികളുടെ വിമർശനം. സുധാകരനെ പാർട്ടി നിയന്ത്രിക്കണമെന്നും ആവശ്യമുയർന്നു. ദല്ലാൾ നന്ദകുമാറുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് EP ജയരാജനെതിരെ രൂക്ഷ വിമർശനമുയർന്നത്. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിനേക്കാൾ ദല്ലാൾ നന്ദകുമാറുമായുള്ള ബന്ധമാണ് പ്രശ്നം. നവീൻ ബാബുവിന്റെ മരണത്തിൽ പാർട്ടിക്ക് പത്തനംതിട്ട, കണ്ണൂർ ജില്ലാ കമ്മിറ്റികളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെന്ന് സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനമുയർന്നു. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ CPM-കാരനെങ്കിൽ ലോക്കപ്പും BJP-കാരനെങ്കിൽ തലോടലും ഉറപ്പെന്നായിരുന്നു പോലീസിനെതിരായ വിമർശനം. പാർട്ടിയിലെ അനാവശ്യമായ പിരിവുകൾക്കെതിരെയും ശബ്ദമുയർന്നു. ഏകപക്ഷീയമായി പാർട്ടിയിലേക്ക് ആളെ കൂട്ടുന്ന ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് ശരിയല്ലെന്നും വിമർശനമുണ്ട്. പ്രതിനിധി സമ്മേളനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം നാളെ കോന്നിയിൽ ചേരും. ന്യൂസ് 18 പത്തനംതിട്ട. കേരളത്തെ ഞെട്ടിച്ച കൊല്ലം അഞ്ചൽ ഉത്രാവധക്കേസ് പ്രതി സൂരജിന് അടിയന്തര പരോൾ ലഭിക്കാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന് കണ്ടെത്തൽ. അച്ഛന് ഗുരുതര രോഗമുണ്ട് എന്ന് എഴുതി ചേർത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആണ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത്. സംഭവത്തിൽ പൂജപ്പുര പോലീസ് കേസെടുത്തു. ഭാര്യ ഉത്രയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുകയാണ് പ്രതി സൂരജ്. വ്യാജ സർട്ടിഫിക്കറ്റിൽ ജയിൽ അധികൃതർ നടത്തിയ വിശദമായ പരിശോധനയാണ് തട്ടിപ്പ് പൊളിച്ചത്. അച്ഛന് ഗുരുതര അസുഖമെന്ന് പറഞ്ഞായിരുന്നു പരോളിന് ശ്രമം. ചില രേഖകളും ഹാജരാക്കി. ഇതിലായിരുന്നു ജയിൽ ഉദ്യോഗസ്ഥരുടെ പരിശോധന. സംഭവത്തിൽ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ പൂജപ്പുര പോലീസ് കേസെടുത്തു. ഭാര്യയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് സൂരജിനെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത്. 2021 ഒക്ടോബർ 13-നാണ് കോടതി 17 വർഷം തടവും ശേഷം കഠിന തടവും വിധിച്ചത്. പരോളിന് സൂരജ് അപേക്ഷ നൽകിയെങ്കിലും തള്ളിയിരുന്നു. ഇതിനിടെയാണ് വ്യാജരേഖ സമർപ്പിച്ചത്. സർട്ടിഫിക്കറ്റിന്റെ കോപ്പി പുറത്തുവരണമെന്ന് ഉത്രയുടെ പിതാവ് വിജയസേനൻ പറഞ്ഞു. സൂരജ് ഉൾപ്പെടെ 4 പ്രതികളും വ്യാജരേഖകൾ ഹാജരാക്കി കോടതിയെ നിരന്തരം കബളിപ്പിക്കുകയാണെന്നും കുടുംബം ആരോപിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് ഇത്തവണ പപ്പാഞ്ഞിയെ കത്തിക്കില്ല. പുതുവത്സര റാലി ജനുവരി 2 മാറ്റി. പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിക്കേണ്ടതില്ല എന്ന് ജില്ലാ കളക്ടറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാർണിവൽ കമ്മിറ്റി തീരുമാനിച്ചു. അതേസമയം ഗാല ഡി കൊച്ചി വെളി മൈതാനത്ത് നിശ്ചയിച്ചിട്ടുള്ള പരിപാടികളിൽ മാറ്റമില്ല. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ദുഃഖാചരണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ ക്രമീകരണങ്ങൾ. ജില്ലാ ഭരണകൂടത്തിന്റെ കൂടി നിയന്ത്രണമുള്ള പരേഡ് ഗ്രൗണ്ടിലെ പുതുവത്സരാഘോഷങ്ങൾ പൂർണ്ണമായി മാറ്റിവെച്ചു. ഇക്കുറി ആഘോഷങ്ങൾ 7.5 ഏക്കർ വരുന്ന വെളി മൈതാനത്തായിരിക്കും.
വിപുലമായ ക്രമീകരണങ്ങളാണ് പുതുവത്സരത്തിന് ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. അഗ്നിസുരക്ഷാ സേന, വൈദ്യസഹായം, പോലീസ് നിരീക്ഷണം ഉൾപ്പെടെ സജ്ജീകരിക്കും. സുരക്ഷയുടെ ഭാഗമായി 40-ലധികം നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കുന്നുണ്ട്. വിദേശികൾക്ക് പ്രത്യേകമായി പവലിയനും ഒരുക്കും. കൂടാതെ പോലീസും ക്രമീകരണങ്ങൾ വിലയിരുത്തും. ബഹുമാനപ്പെട്ട കോടതി നമ്മളോട് ചില ഡയറക്ഷൻസുകൾ നമുക്ക് അനുമതി തന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ ഡയറക്ഷൻസ് എന്തായാലും 100% നമ്മൾ ഏകദേശം 90% പാലിക്കും. ഇന്നത്തോടെ 100%ആകും. 42ഓളം ക്യാമറകൾ ഈ ഗ്രൗണ്ടിന് ചുറ്റും വെച്ച് തുടർന്ന് അതിന്റെ മോണിറ്ററിംഗ് സിസ്റ്റം പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്ത് നിൽക്കുന്നുണ്ട്. പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാനിയെ കത്തിക്കില്ലെന്ന് കാർണിവൽ കമ്മിറ്റി തീരുമാനിച്ചു. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായുള്ള റാലി ജനുവരി 2 നടത്തും. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയിലാണ് അന്തിമ തീരുമാനം. ന്യൂസ് 18 കൊച്ചി.